പുതുവർഷത്തെക്കുറിച്ചാണ്. പുതുവർഷം ആരംഭിക്കുകയാണ്. പുതുവർഷം എന്ന് പറയുമ്പോൾ മലയാളികളുടെ പുതുവർഷം ചിങ്ങം 1 തൊട്ടാണ്. ചിങ്ങമാസം തൊട്ട് വരുന്ന ഒരു വർഷക്കാലം ഓരോ രാശിക്കാർക്ക് എങ്ങനെയാണ് അവരുടെ സുഖദുഃഖ ഫലങ്ങളെ നേരത്തെ കൂട്ടി മനസ്സിലാക്കി തരുന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യണേ. മീനൻ രാശിക്കാരുടെ ഫലത്തെക്കുറിച്ചാണ് നോക്കാൻ പോണേ. മീനൻ രാശി എന്ന് പറയുമ്പോൾ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി, ഈ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് കഴിഞ്ഞ വർഷത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ വളരെ മോശപ്രദമായ വർഷമായിരുന്നു. കാരണം വ്യാഴം 3 നിന്ന വ്യാഴം 4ലേക്ക് പ്രവേശിച്ചു. മാത്രമല്ല ഏഴരശനി, കണ്ടശനി, ജന്മശനി, പാദശനി. കണ്ട ശനി നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ 2.5 വർഷക്കാലം 12ൽ ശനി നിൽക്കുകയായിരുന്നു. ശനി ഇപ്പോൾ ജന്മത്തിലേക്ക് വന്നു. ജന്മത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ചില ശാരീരിക പ്രശ്നങ്ങൾ, ടെൻഷനൊക്കെ തരും. എന്നാൽ പോലും വ്യാഴ ഭഗവാൻ 4ലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 3ൽ ഉള്ളതിനേക്കാൾ നല്ല വ്യത്യാസത്തിൽ വന്നിരിക്കുകയാണ്. ശനിയുടെ കാഠിന്യവും കുറഞ്ഞു. അപ്പോൾ നമുക്കൊരു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നിങ്ങൾക്കൊരു 50% ഇളവ് കിട്ടിയിരിക്കുകയാണ്. പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ പൂർണ്ണമായിട്ട് ആക്കിയെടുക്കണം. നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അഡ്വാൻസായിട്ട് ഓരോ ഫലങ്ങളും പറഞ്ഞു തരുന്നതിൻ്റെ കാരണം. അപ്പോൾ ഈ രാശിക്കാർക്ക് നമുക്ക് ദോഷഭാവം മാറാനായിട്ട് എന്ത് ചെയ്യണം? വ്യാഴം നമുക്ക് 4ൽ നിൽക്കുകയാണ്. വ്യാഴം ഇഷ്ടസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ഏഴയുടെ ശനിയെ പ്രീതിപ്പെടുത്തണം. ജന്മശനി നടക്കുകയാണ്. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം. ശനിവ്രതം നോക്കണം. ശരിക്ക് ശനീശ്വര യന്ത്രം, ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കിട്ടണം. ഇതൊക്കെ ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ അപ്പോൾ നമ്മളെ ഈ കാഠിന്യം പെട്ടെന്ന് കുറയും. ഈ ഗ്രഹങ്ങളുടെ പ്രവർത്തനം നല്ല രീതിയിലാവും. അതിനാണ് നമ്മൾ നേരത്തെ കൂട്ടി അറിഞ്ഞ് പരിഹാരം ചെയ്ത് കൊണ്ടുപോകാൻ പറയുന്നതിന് പ്രധാന റീസൺ.